വണക്കം ചങ്ങാതിമാരെ. ഗൗടെക് 66ൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ റോഡ് സൈഡിലൊക്കെ ധാരാളം ഉപേക്ഷിച്ചിട്ടിരിക്കുന്ന തെങ്ങിൻ്റെ തടികൾ കണ്ടിട്ടില്ലേ? അതുപോലത്തെ തടികൾ ഞാൻ കുറച്ച് പീസ് ഇവിടെ വീട്ടിൽ കൊണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ചൊക്കെ ശരിയാക്കി ഞാൻ പലർക്കും കൊടുത്തു. അതിൽ ഇനി 2 പീസ് ബാക്കിയുണ്ട്. ഒരെണ്ണം അതിൻ്റെ ഉള്ളിലുള്ള സംഭവമൊക്കെ തുരന്നെടുത്ത് കളഞ്ഞ് റെഡിയാക്കി വെച്ചാർന്നതാണ്. ഇതുപോലെ പുറത്ത് കിടക്കുമായിരുന്നു മഴയൊക്കെ നനഞ്ഞ്. അപ്പോൾ അവനെ ഒന്ന് റെഡിയാക്കണം. നമ്മുടെ പന്നൽ ചെടികളുണ്ടല്ലോ, ഫേൺസ്, അത് വെക്കാൻ ഏറ്റവും ബെറ്റർ സംഭവമാണ്. നാച്ചുറൽ ആ ഒരു ഇതിനകത്ത് നന്നായിട്ട് വളരും അത്. അപ്പോൾ ഇവനെ താഴെ നിന്ന് എടുത്ത് മേലെ കൊണ്ടുവന്നു. ഇവിടെ പണി നടക്കുക, ചുറ്റുപാടും വീടുകളുടെ പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് ചെളി പൊടി ശല്യങ്ങളൊക്കെ ഉണ്ട്. ആകെ വൃത്തികേടാ. ഇനിയിപ്പോൾ പണികളൊന്നും കഴിയാതെ ഒന്നും വൃത്തിയാക്കാൻ പറ്റില്ല. അപ്പോൾ അവനെ ഞാനെടുത്ത് വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നു. അവൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്തും, പിന്നെ ഹാൻഡ് ബ്ലൈൻഡർ വെച്ചിട്ട് അതിൻ്റെ പുറമൊക്കെ ഒന്ന് ഭംഗിയാക്കി എടുക്കണം. ഇത് ഐബെല്ലിൻ്റെ ഒരു ഹാൻഡ് ബ്ലൈനറാട്ടോ. അതിനൊരു കുഴപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഇതുണ്ടല്ലോ, നമ്മൾ ലെവൽ പ്ലെയിനിങ്ങിൻ്റെ ഡെപ്ത് അഡ്ജസ്റ്റ് ചെയ്യണത്, അത് വർക്ക് ചെയ്യുമ്പോൾ തന്നെ ലൂസായി പോരും. ആ സ്പ്രിങ് ബലം കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നു. കിട്ടിയപ്പോൾ അല്ല അങ്ങനെയാണ്. എന്തായാലും ഇടയ്ക്കൊക്കെ മുറുക്കി കൊടുത്ത് ഞാനത് ലെവലാക്കി. ഹാൻഡ് ബ്ലൈനർ ഇങ്ങനത്തെ ആവശ്യത്തിനൊക്കെ നല്ലതാണ്, അല്ലാതെ എളുപ്പമല്ല കൈ കൊണ്ട് തീർക്കാൻ വേണ്ടിയിട്ട്. നീളമൊക്കെ ഞാൻ മുറിച്ച് ഭാഗത്തിനാക്കി. ഇനി നമ്മൾ പ്ലെയിനർ പിടിച്ച് കഴിഞ്ഞപ്പോൾ ഒരല്പം സൈഡൊക്കെ ഇങ്ങനെ ഇച്ചിരി കൂടുതൽ ഇറങ്ങിപ്പോയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നുകൂടെ ഒന്ന് സാൻഡർ വെച്ച് പിടിച്ച് അവനെ ഒന്ന് ഫിനിഷ് ചെയ്ത് അടിഭാഗവും മുൾഭാഗമൊക്കെ ഒന്ന് ലെവൽ ചെയ്യണം. ഇത് കണ്ടോ, അപ്പോൾ ആ ചെറിയ വര പോലെയൊക്കെ വന്നത് നമ്മൾ സാൻഡർ വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ഉരുമി അവനെ ഭംഗിയാക്കി എടുക്കണം. അപ്പോൾ അത് ഭംഗിയൊക്കെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ എഡ്ജ് ഞാനൊരു പാം റൂട്ടർ, അതായത് ചെറിയ റൂട്ടറുണ്ട്, അതിനകത്ത് ഈ ബ്ലേഡ് ഇട്ടിട്ട് അതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് ചെറുതായിട്ട് റൗണ്ട് ചെയ്തെടുത്തു. കാരണം പറഞ്ഞാൽ കൈകാര്യം ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. പിന്നീട് 2 സൈഡിലായിട്ട് ഒരേ ചാനൽ പോലെ ഒരേ വര ഇട്ട് കൊടുത്തു, കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് പിടിച്ചെടുക്കാനൊക്കെ സൗകര്യമുണ്ടല്ലോ ചെടിയൊക്കെ വെച്ച് കഴിയുമ്പോൾ. അപ്പോൾ ലാസ്റ്റ് ഈ പരുവത്തിലായി. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനകത്ത് സ്ലീക്കിനകത്ത് കുറച്ച് നമ്മൾ റോസ് വുഡിൻ്റെ സ്റ്റെയിനറോടെ ചേർത്ത് അടിച്ചു കൊടുക്കണം. അപ്പോൾ ഒരു നാച്ചുറൽ കളറ് കിട്ടും. അങ്ങനെയാണ് ഞാൻ ഈ സംഭവം എല്ലാം റെഡിയാക്കണത്. ഇത് മെയിനായിട്ട് ചെടി വളർത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ചട്ടി വെച്ചും വളർത്താം, അതല്ലാതെ ഡയറക്റ്റ് മണ്ണിട്ട് വളർത്താം. ഡയറക്റ്റ് മണ്ണിട്ട് വളർത്താൻ എത്രത്തോളം അത് ലാസ്റ്റ് ചെയ്യുന്നറിയില്ല. എന്തായാലും എൻ്റെ അടുത്ത് ഇതേ കുറേ കാലമായിട്ട് പന്നൽ ചെടി നിൽക്കുന്ന ഒരു തെങ്ങിൻ്റെ തടി കണ്ടോ, നല്ല ഭംഗിയായിട്ട് വളരുന്നുണ്ട് അതിനകത്ത്. അതിൻ്റെ നാച്ചുറൽ ഇത് കിട്ടിയിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ ഉള്ളിൽ ചട്ടിയൊന്നും വെച്ചിട്ടില്ല, ഡയറക്റ്റ് മണ്ണ് ഇട്ട് കൊടുത്ത് വളർത്തിയേക്കണം. അപ്പോൾ അത് കുറച്ച് കാലമായി. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടും വ്യൂവേഴ്സിനോടൊക്കെ ഒത്തിരി നന്ദിയുണ്ട്. വീണ്ടും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓരോ പുതിയ വീഡിയോകളായിട്ട് ഞാൻ വീണ്ടും വരും. വേസ്റ്റായി കിടക്കുന്ന സാധനങ്ങളെല്ലാം നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതിനൊരു മാതൃകയായിട്ട് കിട്ടുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം.